ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 സബ്ജക്റ്റുകളും ഒരുപോലെ പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഐഡിയലി പറയുകയാണെങ്കിൽ യെസ്. നമ്മൾ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ക്രിസ്പറിലെ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് 4 സബ്ജക്റ്റുകളും ഒരുപോലെയാണ് ഈ വർഷം തിയറി പഠിപ്പിച്ചതും എക്സാം നടത്തിക്കൊണ്ട് പോകുന്നു. അതാണ് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷെ ഞാൻ നിങ്ങളോട് ജനറൽ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും 3 സബ്ജക്റ്റേ മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചില ആളുകൾ ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത ആളുകളാണ്, ചില ആളുകൾ നീറ്റിന് വേണ്ടിയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഫോക്കസ് ചെയ്ത് പഠിച്ച ആളുകളാണ്. അപ്പൊ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ 3 സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൈമറി 3 സബ്ജക്റ്റുകളാക്കിയിട്ട് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു നീറ്റ് റിപ്പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ആ സബ്ജക്റ്റുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുക, കൂടുതൽ ബെറ്റർ ആക്കുക. അതിന്റെ കൂടെ മാത്സിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്ന കുറച്ച് വെയിറ്റേജ് കൂടിയ പകുതി ചാപ്റ്റേഴ്സ് എങ്കിലും മാസ്റ്റർ ചെയ്യുക. ആൻഡ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് 4 സബ്ജക്ട്സിൽ നിന്നും ഒരുപോലെ ചെയ്തു നോക്കുക. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. അപ്പൊ 4 സബ്ജക്റ്റിൽ നിന്നും പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പഠിക്കണം. ഒരേപോലെ പഠിക്കണോ എന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റും കൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ റാങ്ക് കിട്ടാനുള്ള സാധ്യത, ഐസർ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10 മടങ്ങ് കൂടുന്നതാണ്. സോ ഇതുപോലെയുള്ള നിങ്ങൾ ഐസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. Thanks for watching.